ഹാഷിമരിയിൽ അങ്ങൊന്ന് സംസാരിക്കാമോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താണ് പ്രശ്നം എന്നാണ് നിങ്ങൾ ചോദിച്ചത്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നുണയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സത്യമാക്കാനുള്ള ഒരു ശ്രമം, ഫാസത്തിന്റെ ശ്രമം ആണ് ഇതിന്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീർ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം ഏത് സമരത്തിലാണ് പങ്കെടുത്തത്? അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനിത് വെറുതെ ഒരു വാക്ക് അങ്ങ് പറഞ്ഞു പോകല. അദ്ദേഹം പ്രതിയാക്കപ്പെടുന്നതും ഇരട്ട ശിക്ഷക്ക് ജീവപര്യന്തത്തിന് അദ്ദേഹത്തെ തടവിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നത് AMT ജാക്സനെ കൊലപ്പെടുത്തിയ കേസിലാണ്. നാസിക്കിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിൽ നേരിട്ട് അതിലിടപെട്ട, ഗൂഢാലോചനയിലും മറ്റും ഇടപെട്ട 3 പ്രതികൾ, ആ 3 പ്രതികളെയും വീർ സവർക്കറുടെ പ്രസ്ഥാനം എന്തായിരുന്നു എന്ന് അങ്ങേക്കറിയാമോ? വീർ സവർക്കർ അല്ല ആ പ്രസ്ഥാനത്തിനോടൊപ്പം ഉണ്ടായത്, GD സവർക്കറാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ആ പ്രസ്ഥാനത്തിനുണ്ടായത്. GD സവർക്കർ അദ്ദേഹമാണ് ആ സമര രംഗത്തുണ്ടായിരുന്നതും അതിന് നേതൃത്വം നൽകിയതും. അദ്ദേഹത്തെ തടവിലിടുന്നതിൽ ഇദ്ദേഹം ജാക്സന് പ്രധാന പങ്കുണ്ട് എന്ന് കരുതി അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ആ കാലഘട്ടങ്ങളിൽ ഈ ജാക്സനെ വധിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം എവിടെയുള്ളത്? അദ്ദേഹം ലണ്ടനിൽ ബിരുദം പഠിക്കുകയായിരുന്നു. നിയമം പഠിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് വെപ്പൺസുകൾ ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായിട്ട് അയച്ചുകൊണ്ടിരുന്നത് ലണ്ടനിൽ നിന്ന്. ആ വെപ്പണുകളിൽ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് കൊലയാളികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ വെച്ചോ നാസിക്കിൽ വെച്ചോ അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ശിവജിയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് നേടി അവിടെ ലണ്ടനിൽ നിയമബിരുദം പഠിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ സംഭവത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്താണ്? 2 ജീവപര്യന്ത തടവ്, 1 ജീവപര്യന്തം 25 വർഷം, 50 വർഷം തടവിന് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടു. ഈ 50 വർഷത്തെ ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ആകെ അദ്ദേഹം അനുഭവിച്ച ശിക്ഷയുടെ കാലാവധി ഏകദേശം 13 വർഷത്തോളമാണ് അദ്ദേഹം അനുഭവിച്ചത്. മാപ്പ് എഴുതിയതും അതുപോലെ തന്നെ ഇടക്കാല 27 വർഷമാണ്. നിങ്ങൾ പറയുന്ന 13 വർഷമല്ല, 27 വർഷമാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വീർ സവർക്കർ കഴിഞ്ഞത്. രേഖകൾ നമ്മൾ ഉണ്ടാക്കിയതല്ലോ, നമ്മൾ അതിനുശേഷമൊക്കെ ജനിച്ച ആളുകളല്ലേ. ഇവിടെ എഴുതി വെക്കപ്പെട്ട ചരിത്ര രേഖകളിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം 13.5 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. പിന്നീട് അദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം 37 വർഷം. അതിൽ തന്നെ ഒരു കള്ളത്തരം എന്ന് പറയുന്നത് ഈ സവർക്കറേക്കാൾ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ ചരിത്രത്തിലുണ്ട്. ഉദന്ത സായി എന്ന് പറയുന്നത് വീർ സുരേന്ദ്ര സായിയുടെ സഹോദരനാണ്. അദ്ദേഹം ഏകദേശം 47 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രകാരന്മാർ പറയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും വെട്ടിമാറ്റിയിട്ട് പകരം വീർ സവർക്കർ കൊണ്ടുവരാൻ മാത്രം എന്ത് ചേതനയാണ് അതിന്റെ പിറകിലുള്ളത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം.